ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ദിവ്യകാരുണ്യ നൊവേന കഴിഞ്ഞ 8 ദിവസമായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുക അല്ലേ? ഇന്ന് 9-ാം ദിനമാണ്. നാളെ ദൈവകരുണയുടെ തിരുനാൾ സഭയോട് ചേർന്ന് നമ്മളെല്ലാവരും ആഘോഷിക്കുവാൻ വേണ്ടിയിട്ടും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് നമ്മളെല്ലാവരും ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ അനുദിന ജീവിതം തന്നെ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ ദൈവത്തിൻ്റെ കരുണയല്ലാതെ മറ്റൊന്നും നോക്കിയാൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുകയില്ല. ശരിയാണോ? ആണോ? നമ്മുടെ അനുദിന ജീവിതത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ദൈവത്തിൻ്റെ കരുണയല്ലാതെ മറ്റൊന്നും എനിക്കും നിങ്ങൾക്കും അവകാശപ്പെടാനായിട്ടില്ല. ദൈവം കരുണ കാണിച്ചത് കൊണ്ട് ഇന്ന് ഞാനും നിങ്ങളും ഈ ഭൂമിയിലായിരിക്കുന്നു. ദൈവം കരുണ കാണിച്ചത് കൊണ്ട് നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുന്നു. ദൈവം നമ്മോട് കരുണ കാണിക്കുന്നത് കൊണ്ട് വീണ്ടും വീണ്ടും പാപത്തിൽ വീണു പോയിട്ടും ദൈവം നമ്മെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ഒരിക്കലും ഒരു രാജ്യത്ത് ബഹുമാനപ്പെട്ട വട്ടാലച്ചൻ്റെ കൂടെയും അന്ന് വട്ടാലച്ച മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു സ്ഥലത്ത് ഒരു ശുശ്രൂഷിക്കാൻ കഴിഞ്ഞപ്പോൾ അവിടെ സ്പിരിച്വൽ ഷെയറിങ്ങിന് ഒരു വൈദികൻ വരികയുണ്ടായി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ അച്ഛൻ വന്ന് കുറേ നേരം പ്രാർത്ഥനയെല്ലാം സ്വീകരിച്ചു. അച്ഛൻ വന്നത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല. അച്ഛൻ്റെ ജീവിതത്തിൽ ഒരുപാട് ക്രൈസിസ് ഉണ്ട്. അച്ഛന് ശരിക്കും അച്ഛൻ്റെ പൗരോഹിത്യ ജീവിതവും അതെല്ലാം ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും. അപ്പോൾ ഈ ധ്യാനം വട്ടാച്ച നടത്തുന്ന ലീഡ് ചെയ്യുന്ന ആ ഒരു ശുശ്രൂഷയിൽ സംബന്ധിച്ച് അതിനുശേഷം തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ വന്നിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ഇടപെടൽ എന്നോണം അച്ഛൻ പ്രാർത്ഥിക്കാനായിട്ട് വന്നു പെട്ടത് എൻ്റെ അടുക്കുകയായിരുന്നു. കുറേ നേരം അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ അച്ഛനോട് സംസാരിച്ച മറ്റൊന്നിനെക്കുറിച്ചല്ല, ദൈവം എന്നോട് കാണിച്ച കരുണയെക്കുറിച്ചിട്ട് മാത്രമേ ഞാൻ അച്ഛനോട് സംസാരിച്ചിട്ടുള്ളൂ. പ്രൈസ് ദി ലോർഡ്. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അച്ഛനോട് ഞാൻ ദൈവ കരുണയെക്കുറിച്ച് ഞങ്ങൾ ഏകദേശം 2 മണിക്കൂറോളം ആ ഒരു മുറിയിലിരുന്ന് സംസാരിച്ചു. ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച്, വേറെ ഒന്നിനെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. ദൈവം എപ്രകാരമാണ് എന്നോടും ആ ബഹുമാനപ്പെട്ട വൈദികനോടും കരുണ കാണിക്കുന്നത് എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു. അങ്ങനെ ആ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ അച്ഛൻ എഴുന്നേറ്റ്, മലയാളിയൊന്നല്ല, അച്ഛൻ എഴുന്നേറ്റ് എന്നെ കെട്ടിപ്പിടിച്ച് കുറേ നേരം എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഇതുപോലത്തെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. എൻ്റെ അടുത്ത് പറഞ്ഞാണ്, എന്ത് തീരുമാനമെടുക്കാനാണോ അച്ഛൻ വന്നത് ആ തീരുമാനങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് പൂർണ്ണമായിട്ടും ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ട ജീവിതം, ദൈവകരുണയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാനായിട്ട് ആ അച്ഛൻ തീരുമാനമെടുക്കുക. അതിനുശേഷം ഈ കൗൺസിലിംഗ് എല്ലാം കഴിഞ്ഞ് അച്ഛൻ ബഹുമാനപ്പെട്ട വട്ടാലച്ചൻ്റെ അടുത്ത് വന്നിട്ട് ഈ ഒരു അനുഭവം ഈ വൈദികൻ പങ്കുവയ്ക്കുകയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. സർവ്വീർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവ കരുണയ്ക്ക് നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്താനായിട്ട് സാധിക്കും. ദൈവകരുണയ്ക്ക് നമ്മുടെ ജീവിതങ്ങൾ എത്ര എന്താ പറയുക, അഴുകി തുടങ്ങിയ അവസ്ഥയിലാണെങ്കിലും, ഇതിനെക്കുറിച്ച് വിശുദ്ധ ഫൗസ്റ്റീൻ്റെ ഡയറി തന്നെ പറയുന്നുണ്ട്. 1448 അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ കരുണയെക്കുറിച്ച് എഴുതുകയും പറയുകയും ചെയ്യുക. ആത്മാക്കളുടെ അവരെവിടെയാണ് ആശ്വാസം തേടേണ്ടതെന്ന് പറയുക. അതെൻ്റെ കരുണയുടെ സിംഹാസനത്തിലാണ്. കുമ്പസാരമെന്ന കുദാശ ബ്രാക്കറ്റിൽ എഴുതി വെച്ചിരിക്കുക. കുമ്പസാരമെന്ന ആ കരുണയുടെ സിംഹാസനത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും ഒന്ന് ഓടി വന്നാൽ മാത്രം മതി. തുടർന്ന് പറയുകയാണ്, അവിടെയാണ് വളരെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുകയും അത് തുടർച്ചയായി ആവർത്തിക്കപ്പെടുകയും ചെയ്യുന്നത്. കുമ്പസാരക്കൂട്ടിൽ വിശുദ്ധ കുമ്പസാരത്തിന് വേണ്ടി ഞാനും നിങ്ങളും ആത്മാർത്ഥതയോടെ ഒരുങ്ങി ആ ദൈവ കരുണയുടെ സിംഹാസനത്തിലേക്ക് ഞാനും നിങ്ങളൊന്ന് ചെന്നുപെട്ടാൽ മാത്രം മതി. ആത്മാർത്ഥതയോടെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, വലിയ അത്ഭുതങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഈ അത്ഭുതം സ്വന്തമാക്കുന്നതിന് വലിയ തീർത്ഥാടനങ്ങൾ നടത്തുകയോ ബാഹ്യമായ ആഘോഷങ്ങൾ നടത്തുകയോ വേണ്ട ആവശ്യമില്ല. എൻ്റെ പ്രതിനിധികളുടെ പാദാതിങ്കെ വിശ്വാസത്തോടെ അണിഞ്ഞ് തൻ്റെ ആത്മാവിൻ്റെ ദുരവസ്ഥ വെളിപ്പെടുത്തുകയേ വേണ്ടൂ. പ്രിയപ്പെട്ടവരെ, ഈശോ തൻ്റെ പരസ്യജീവിതം ആരംഭിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം
4:17 നമ്മൾ വായിക്കുന്നത് എന്തുവാ? യേശു പറഞ്ഞു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ മാനസാന്തരത്തിലേക്ക് വിളിക്കാനാണ്. ദൈവ കരുണ നമ്മെ ക്ഷണിക്കുകയാണ് മാനസാന്തരത്തിലേക്ക്. പാപങ്ങളെല്ലാം ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് തിരിയുവാൻ വേണ്ടിയിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. യേശു തൻ്റെ പരസ്യ ജീവിതത്തിൽ പ്രഘോഷം മുഴുവനും ഈ പശ്ചാത്താപത്തിലേക്ക്, ഈ പാപങ്ങളെല്ലാം ഉപേക്ഷിച്ച് അനുതാപമുള്ള ഹൃദയത്തോടു കൂടി ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരാനായിട്ടുള്ള ഒരു ആഹ്വാനം തന്നെയായിരുന്നു യേശുവിൻ്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ മുഴുവനും. ഇന്നും തിരുസഭയിലൂടെ നമ്മൾ ഓരോരുത്തരും കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. ഹല്ലേലൂയ. കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും തിരുസഭയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ മാനസാന്തരത്തിലുള്ള ആഹ്വാനം തന്നെയാണ്. നമ്മൾ പാപം ചെയ്ത് മരിക്കണമെന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ പാപം ചെയ്ത് മരിച്ചാൽ ദൈവത്തിന് സന്തോഷമാണോ? ആണോ? ഒന്ന് പറഞ്ഞേന്നേ. അല്ല, ദൈവത്തിന് ഒട്ടും സന്തോഷമല്ല, ദൈവത്തിന് സങ്കടമാണ്. ഞാനും നിങ്ങളും പാപത്തിൽ മരിക്കുന്നത് ദൈവത്തിന് സങ്കടം തന്നെയാണ്. അതുകൊണ്ടാണ് പാപികളായിരുന്നിട്ടും ദൈവം നമ്മോട് ഇത്രയേറെ കരുണ, ഇത്രയേറെ മനസ്സലിവ് കാണിക്കുന്നത്. എന്തുകൊണ്ടാ? ഞാനും നിങ്ങളും നശിക്കരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന നമ്മളെ ഓരോരുത്തരെയും ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു നാൾ നിത്യമായ സമ്മാനത്തിനായി, നിത്യമായ ഭവനത്തിലേക്ക് ഞാനും നിങ്ങളും എത്തിച്ചേരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് ദൈവം എന്നോട് നിങ്ങളോട് ഓരോ നിമിഷവും കരുണ കാണിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകം 103:11 പറയുന്നുണ്ടല്ലോ, ഭൂമിക്കുമേൽ ഉയർന്നിരിക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് തൻ്റെ ഭക്തരോട് അവിടുന്ന് കാണിക്കുന്ന കാരുണ്യം. ഇപ്പൊ ദൈവ കരുണയ്ക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ അതിനൊരു പരിധിയില്ല. നമ്മൾ എത്ര അളക്കാൻ നോക്കിയാലും ദൈവകരുണ അളക്കുവാനായിട്ട് എനിക്ക് നിങ്ങൾക്കും സാധിക്കുകയില്ല. കാരണം ദൈവത്തിൻ്റെ കരുണ അത്രയേറെ ശക്തമാണ്. നിന്റെ പാപം എത്ര കടും ചുമപ്പാണെങ്കിലും, എത്രയേറെ കട്ടപിടിച്ച ജീവിതമാണ് എങ്കിലും ദൈവകരുണയ്ക്ക് നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്താനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. എസെക്കിയേൽ പ്രവചനത്തിൽ 18-ാം അധ്യായത്തിലെ അതിൻ്റെ 23-ാം വചനം പറയുന്നത് ഇങ്ങനെയാണ്: ദൈവമായ കർത്താവ് ചോദിക്കുന്നു, ദുഷ്ടൻ്റെ മരണത്തിൽ എനിക്ക് സന്തോഷമുണ്ടോ? നമ്മൾ ചിലപ്പോൾ സന്തോഷിക്കും. മനുഷ്യരായ നമുക്ക് ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകാം, അല്ലേ? ദുഷ്ടത പ്രവർത്തിച്ച് നമുക്കെതിരെ ദുഷ്ടത പ്രവർത്തിച്ച്, അല്ലെങ്കിൽ അല്ലേ നമ്മുടെ സമൂഹത്തിന് ദുഷ്ടത പ്രവർത്തിച്ച് ചിലർ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ആരും ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ അങ്ങനെ മാനുഷികമായിട്ട് ചിലപ്പോൾ ഉണ്ടാകാം. പക്ഷെ ഇവിടെ ദൈവം ചോദിക്കുക, ദൈവമായ കർത്താവ് ചോദിക്കുന്നു, ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് സന്തോഷമുണ്ടോ? അവൻ ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിയുകയും ജീവിക്കുകയും ചെയ്യണമെന്നല്ലേ എൻ്റെ ആഗ്രഹം. അവൻ്റെ വഴികളെല്ലാം ഉപേക്ഷിച്ച്, അവൻ്റെ പാപ വഴികളെല്ലാം ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് തിരിയണമെന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ദൈവം ഇത്രയേറെ കരുണ ഈ ലോകത്തോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നോടും നിങ്ങളോടും കാണിക്കുന്നതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, നമ്മൾ പാപങ്ങളെല്ലാം ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് തിരിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിൻ്റെ 32-ാം വചനം പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ആരുടെയും മരണത്തിൽ ഞാൻ സന്തോഷിക്കുന്നില്ല. ആരുടെയും മരണത്തിൽ, പാപത്തിൽ ആരും മരിക്കുന്നത് ദൈവം സന്തോഷിക്കുന്നില്ല. ദൈവത്തെ അറിയാതെ, ദൈവ കരുണയെ പുൽകാതെ മരിക്കുന്നത് ദൈവം ഒരിക്കലും സന്തോഷിക്കുന്നില്ല. കരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അവിടെ 1448 വീണ്ടും പറയുന്നത് ഇങ്ങനെയാണ്: ഒരാത്മാവ് അഴുകിത്തുടങ്ങിയ മൃതശരീരം പോലെയാണെങ്കിലും, അതിനാൽ മാനുഷികമായി നോക്കിയാൽ ഇനിയൊരു പുനരുദ്ധാരണമില്ലെങ്കിലും, പ്രതീക്ഷയ്ക്ക് വകയില്ലെങ്കിലും, അല്ലേ? ജീവിതത്തിൽ ചിലപ്പോൾ നിരാശപ്പെട്ട് എല്ലാം തകർന്ന് തരിപ്പണം അഴുകിത്തുടങ്ങിയ അവസ്ഥ എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കിനി കോരിയെടുക്കാനായിട്ട് വല്ലതുണ്ടോ? ഒരു മനുഷ്യൻ്റെ ജീവിതം അഴുകിപ്പോയ ജീവിതം എന്ന് പറഞ്ഞെന്ന് ചിന്തിച്ചു നോക്കി. അത്രമാത്രം കെട്ടുപോയി, അത്രമാത്രം ആര് വിചാരിച്ചാലും, ഒരു മനുഷ്യൻ വിചാരിച്ചാൽ പോലും വീണ്ടും ഒരുമിച്ച് കൂട്ടാൻ കഴിയാത്ത വിധത്തിൽ ജീവിതം അതുപോലെ കെട്ടുപോയി എന്നൊക്കെ പറയില്ലേ? പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇരിക്കുന്ന നമ്മളിൽ ആരെങ്കിലും അങ്ങനത്തെ അവസ്ഥയിലുണ്ട് എങ്കിൽ ദൈവം നമുക്ക് ഉറപ്പ് നൽകുക, ദൈവകരുണ നമുക്കൊരു ഉറപ്പ് തരികയാണ്. പ്രതീക്ഷയ്ക്ക് വകയില്ലെങ്കിലും
എല്ലാം ഇപ്പോൾ തന്നെ നഷ്ടപ്പെട്ട് കഴിഞ്ഞു എന്ന് തോന്നിയാലും ദൈവദൃഷ്ടിയിൽ അങ്ങനെ അല്ല. ദൈവദൃഷ്ടിയിൽ അങ്ങനെയല്ല. ഇങ്ങനെ വിചാരിച്ചുകൊണ്ടാണ് ഇവിടെ ഓരോരുത്തരും ഇരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ അഴുകിത്തുടങ്ങിയ കെട്ടുപോയ ഒരു ജീവിതമാണല്ലോ ദൈവമേ എൻ്റെ കുടുംബം, എൻ്റെ കുടുംബ ജീവിതം, എൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഇനി ആര് വിചാരിച്ചാലും പരിഹരിക്കാൻ കഴിയുകയില്ല എന്നാണ് കരുതിയിരിക്കുന്നത് എങ്കിൽ ദൈവകരുണയ്ക്ക് നിന്റെ ജീവിതത്തെ വീണ്ടും വീണ്ടും പുനരുദ്ധരിക്കാനായിട്ട്, വീണ്ടും പണിതുയർത്താനായിട്ട് ദൈവകരുണയ്ക്ക് ശക്തിയുണ്ട്. ഹല്ലേലൂയ. കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടെ പറയാണ് എല്ലാം ഇപ്പോൾ തന്നെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്ന് തോന്നിയാലും ദൈവിക ദൃഷ്ടിയിൽ അങ്ങനെയല്ല. ദൈവകരുണയുടെ അത്ഭുതം ആ ആത്മാവിനെ പൂർണ്ണമായും പുനരുദ്ധരിക്കും. ദൈവകരുണയുടെ അത്ഭുതത്തെ പ്രയോജനപ്പെടുത്താത്ത ആത്മാക്കൾ എത്രയോ നിർഭാഗ്യരാണ്. ദൈവകരുണയുടെ അത്ഭുതത്തെ പ്രയോജനപ്പെടുത്താൻ പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, ദൈവം ഈ ദിനങ്ങളിലെല്ലാം, ഈ നൊവേന ദിനങ്ങളിൽ മാത്രമല്ല, ഓരോ ദിവസവും വളരെ പ്രത്യേകമായിട്ട് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ, ദൈവകരുണയെ ലോകമെമ്പാടും പുലുകുമ്പോൾ നമ്മളെ ദൈവം ക്ഷണിക്കുകയാണ്, ഈ ദൈവകരുണയെ നീ പ്രയോജനപ്പെടുത്തണം. ദൈവകരുണയുടെ കാലഘട്ടങ്ങളെ, ദൈവകരുണയുടെ മണിക്കൂറുകളെ നീ പ്രയോജനപ്പെടുത്താതെ പോകല്ലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിലെ തകർച്ച, നിന്റെ ജീവിതത്തിന്റെ പാപ അവസ്ഥകൾ എന്തുമായി കൊള്ളട്ടെ, ദൈവകരുണയുടെ ഈ കാലഘട്ടങ്ങളെ, ദൈവകരുണയുടെ മണിക്കൂറുകളെ നീ തള്ളിക്കളയരുത്, നീ സ്വീകരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു കുടുംബത്തിൽ അസ്വസ്ഥതകളുണ്ട്, ഭാര്യ ജീവിതത്തിൽ ദാമ്പത്യത്തിൽ പ്രശ്നങ്ങളുണ്ട്, അസ്വസ്ഥതകളുണ്ട്, വഴക്കുണ്ട്, കലഹങ്ങളുണ്ട്, കേസുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ കേട്ടില്ലേ, അഴുകിത്തുടങ്ങിയ അവസ്ഥ, കെട്ടുപോയ അവസ്ഥ. ഈ അവസ്ഥയിലാണെങ്കിലും നീ നിരാശപ്പെടരുത്. നീ കരുണയുടെ സിംഹാസനത്തിലേക്ക് നീ ഓടി വരിക. നിന്റെ ഹൃദയം ഒന്ന് തുറന്നാൽ മാത്രം മതി, ദൈവകരുണയുടെ അത്ഭുതം നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. വലത്തുകാർ ഉയർത്തുമെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ദൈവകരുണയുടെ അത്ഭുതത്തെ പ്രയോജനപ്പെടുത്താത്ത ആത്മാക്കൾ എത്രയോ നിർഭാഗ്യരാണ്. നിങ്ങൾ നിഷ്പ്രയോജനമായി ഉറക്കെ വിലപിക്കും, എന്നാൽ അത് വളരെ താമസിച്ചായിരിക്കും. അത് വളരെ താമസിച്ചായിരിക്കും. ഈ സഹസ്യം പറയുന്നത് എങ്ങനെയാണ്? ഈ ഭൂമിയിൽ വെച്ച് മാത്രമേ നമുക്ക് യോഗ്യതയോ അയോഗ്യതയോ സമ്പാദിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. മരണശേഷം നമുക്ക് ആർക്കും അത് സ്വീകരിക്കാനായിട്ട് സാധിക്കില്ല. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവകരുണ നമ്മെ ക്ഷണിക്കുന്ന, ദൈവകരുണ നമ്മളെ മാടി വിളിക്കുന്ന ഈ സമയങ്ങളെല്ലാം ദൈവകരുണയ്ക്ക് നമ്മൾ കീഴ്പ്പെടണം. ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മൾ ബൈബിൾ ഉൽപ്പത്തി തൊട്ട് വെളിപാട് വരെ വായിക്കുമ്പോൾ മാനവകുലത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ദൈവത്തിൻ്റെ നന്മയെക്കുറിച്ചും കരുണയെക്കുറിച്ചും നമുക്ക് എത്രയോ എത്രയോ ആവർത്തി വായിക്കാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിയിലെ 651 പറയുന്നത് ഇങ്ങനെയാണ്: ദൈവം സ്നേഹമാണ്, പക്ഷെ കരുണ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ എന്തായിരിക്കും? ദൈവത്തിൻ്റെ സ്വഭാവമാണ് കരുണ. ദൈവത്തിൻ്റെ സ്വഭാവമാണ് ഈ കരുണ എന്ന് പറയുന്നത്. ആ ഒരു സ്വഭാവം ഉള്ളത് കൊണ്ടാണ് ദൈവം തന്നെയായിരുന്നിട്ടും വചനല്ലേ മനുഷ്യാവതാരം ചെയ്ത് ഈ ഭൂമിയിലേക്ക് നമ്മളെ രക്ഷിക്കാനായിട്ട് അത്രയേറെ കരുണയല്ലേ ദൈവം നമ്മോട് കാണിച്ചത്, അല്ലേ? അത്രയേറെ കരുണ. യോഹന്നാന്റെ സുവിശേഷം 3:16 നമ്മൾ വായിക്കുന്നുണ്ട്. അവനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അത്രയേറെ ദൈവം നമ്മോട് കരുണ കാണിച്ചു. 17-ാമത്തെ വചനം, അതിന്റെ 17 കൂടെ കാണിച്ചേ, ഉറക്കനെ വായിച്ചേ. അവൻ വഴി, യേശു വഴി നമ്മളെല്ലാവരും രക്ഷ പ്രാപിക്കണം. ദൈവകരുണയുടെ ഉദ്ദേശം, ദൈവം നമ്മുടെ കരുണ കാണിക്കുന്നതിൻ്റെ ഏറ്റവും അത്യന്തികമായ ലക്ഷ്യം നമ്മൾ രക്ഷ പ്രാപിക്കണം, നശിക്കരുത്.
1 തിമോത്തി അതിൻ്റെ 2-ാം അധ്യായത്തിൽ 3 വചനങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നും അവിടുന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവരും രക്ഷപ്പെടണം. നമ്മൾ മാത്രമല്ല, നമ്മുടെ അയൽപക്കത്തുള്ളവർ രക്ഷപ്പെടണം, നമ്മുടെ സമൂഹത്തിലുള്ളവർ രക്ഷപ്പെടണം. ഇത് രക്ഷപ്പെടണമെങ്കിൽ ദൈവകരുണയെക്കുറിച്ച് ഞാനും നിങ്ങളും പങ്കുവെക്കണം. ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ഞാനും നിങ്ങളും പങ്കുവെക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ കൂടുതൽ കേട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവം ശിക്ഷിക്കുന്ന ശിക്ഷയെക്കുറിച്ച് മാത്രമാണ്. എന്നാൽ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് പറയുവാനായിട്ടാണ് ദൈവം ഇന്ന് നിങ്ങളെ ഓരോരുത്തരും ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് നമ്മൾ പറയണം. ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. കരം ഉയർത്തിയെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. വിശുദ്ധ ഫൗസ്റ്റീന ഡയറി തന്നെ 1507 പറയുന്നത് ഇങ്ങനെയാണ്: എല്ലാ കൃപകളും കരുണയിൽ നിന്ന് ഒഴുകി വരുന്നു. എല്ലാ കൃപകളും ദൈവ കരുണയിൽ നിന്ന് ഒഴുകി വരുന്നു. അവസാന മണിക്കൂർ നമ്മോടുള്ള അവിടുത്തെ കരുണ കൊണ്ട് സമൃദ്ധമായിരിക്കുന്നു. ദൈവത്തിൻ്റെ നന്മയെ ആരും സംശയിക്കാതിരിക്കട്ടെ. ഒരു വ്യക്തിയുടെ പാപങ്ങൾ രാവ് പോലെ ഇരുണ്ടതാണെങ്കിലും ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ദുരിതങ്ങളെക്കാൾ ശക്തമാണ്. ഹല്ലേലൂയ. ഒരു വ്യക്തിയുടെ ജീവിതം രാവ് പോലെ ഇരുണ്ട്, അല്ലേ? പകൽ കണ്ണു തുറന്നാലും ഇരുട്ട് മാത്രമേ ഉള്ളൂ. കാരണം ജീവിതത്തിലെ അതുപോലെ കഠിനമായിട്ടുള്ള വേദനയും ദുഃഖവും കലർന്ന ജീവിതം. പകൽ കണ്ണു തുറന്നാലും രാത്രി കണ്ണു തുറന്നാലും ഇരുട്ട് മാത്രമേ അവർക്ക് കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രത്യാശ നഷ്ടപ്പെട്ടു പോയി, നിരാശയുടെ പടുകുഴിയിലേക്ക് വീണുപോയി. പ്രൈസ് ദി ലോർഡ്. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, ദൈവത്തിൻ്റെ നന്മയെ ആരും സംശയിക്കാതിരിക്കട്ടെ. ഒരു വ്യക്തിയുടെ പാപങ്ങൾ രാവ് പോലെ ഇരുണ്ടതാണെങ്കിലും, രാവ് പോലെ എന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ പാപത്തിന്റെ അവസ്ഥ എന്താണെന്ന് ചിന്തിച്ചു നോക്കിയേ. വിശ്വാസം പറയുന്നുണ്ട്, നീ ഈ ലോകത്ത് എത്രയേറെ പാപം ചെയ്ത വ്യക്തിയാണെങ്കിലും നീ ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ ദൈവം നിന്നെ വീണ്ടും ഒരു വിശുദ്ധനാക്കി മാറ്റും. നീ തിരിയണം. നീ ദൈവകരുണയെ നീ പ്രയോജനപ്പെടുത്തണം. ദൈവകരുണയെ നീ ആശ്ലേഷിക്കണം. ദൈവകരുണയെ നീ തിരസ്കരിക്കരുത്. ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറ ഹല്ലേലൂയ. വീണ്ടും പറയുകയാണ്, ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ദുരിതങ്ങളേക്കാൾ ശക്തമാണ്. ഒരു കാര്യം മാത്രമേ ആവശ്യമുള്ളൂ: കരുണാസമ്പന്നനായ ദൈവത്തിൻ്റെ കൃപയുടെ ഒരു രശ്മി കടന്നു വരാൻ തക്ക വിധം പാപി തൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ അല്പമെങ്കിലും തുറന്നാൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ലേ, നമ്മൾ ഡിവൈൻ മേഴ്സി ഇമേജിലേക്ക് നോക്കി കഴിഞ്ഞാൽ അല്ലേ, ആ 2 റേസ് കടന്നു വരുന്നില്ലേ? ഇല്ലേ? ഉറങ്ങാണോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, കരുണാസമ്പന്നനായ ദൈവത്തിൻ്റെ കൃപയുടെ ഒരു രശ്മി കടന്നു വരാൻ തക്ക വിധം പാപി തൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ അല്പമെങ്കിലും തുറന്നാൽ പിന്നെ ബാക്കി ദൈവം തന്നെ പ്രവർത്തിച്ചു കൊള്ളും. ഹല്ലേലൂയ. അല്പമെങ്കിലും നിന്റെ ഹൃദയത്തിൻ്റെ കവാടം ഒന്ന് തുറന്ന്, അല്പമെങ്കിലും നിന്റെ മനസ്സ്, നിന്റെ ചെയ്തികൾ നിന്ന് ഉപേക്ഷിച്ച് ഒന്ന് നിന്റെ ജീവിതത്തെ തുറന്നു കൊടുക്കുകയാണെങ്കിൽ, ഒന്ന് നിന്റെ സ്വഭാവത്തെ നീ ഒന്ന് മാറ്റിവെക്കുകയാണെങ്കിൽ, നിന്റെ ജീവിതം കർത്താവിന് വേണ്ടി, കർത്താവിൻ്റെ മുൻപിൽ, ദൈവകരുണയ്ക്ക് മുൻപിൽ അല്പം, മുഴുവൻ തുറക്കാൻ പോലും പറഞ്ഞിട്ടില്ല, അല്പം തുറന്നാൽ നീ ദൈവകരുണയുടെ അത്ഭുതം കാണും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുവോ അവരുടെ കുടുംബത്തിൽ, ഒരുപക്ഷെ നിന്റെ കുടുംബത്തിൽ തന്നെ ആയിരിക്കാം, നിന്റെ പ്രിയപ്പെട്ടവരിലായിരിക്കാം, നിന്റെ മാതാപിതാക്കളിലായിരിക്കാം, ദൈവകരുണയുടെ അത്ഭുതം അവിടെ പ്രവർത്തിക്കാനായിട്ട് ആരംഭിക്കും. അല്പം തുറന്നാൽ മതി, ബാക്കിയെല്ലാം ദൈവം പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ ബാക്കി ദൈവം തന്നെ പ്രവർത്തിച്ചുകൊള്ളും. അവസാന മണിക്കൂറിൽ പോലും ദൈവകരുണയുടെ മുൻപിൽ ഹൃദയവാതിൽ അടയ്ക്കുന്ന പാപി എത്ര ദൗർഭാഗ്യനാണ്. ഈ അവസാന മണിക്കൂർ, ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ കാലഘട്ടത്തെയാണ് ഈ അവസാന മണിക്കൂർ എന്ന് പറയുന്നത്. നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്ന ഈ കാലഘട്ടം, ഇതാണ് അവസാന മണിക്കൂർ. ഇപ്പോഴും പാപാവസ്ഥയിൽ കഴിയുന്ന വ്യക്തി അവന്റെ ഹൃദയമാകുന്ന വാതിൽ അടച്ചുകൊണ്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഇവിടെ ചോദിക്കുക, നീ എത്രയോ നിർഭാഗ്യനാണ്, നീ എത്ര നിർഭാഗ്യനാണ്. നീ ചിന്തിക്ക്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഇപ്രകാരമുള്ള ആത്മാക്കളാണ് ഒലിവ് തോട്ടത്തിൽ ഈശോയെ മരണതുല്യമായ വേദനയിൽ ആഴ്ത്തിയത്. അവിടുത്തെ ഏറ്റവും കരുണയുള്ള ഹൃദയത്തിൽ നിന്ന് തന്നെയാണ് ദൈവകരുണ ഒഴുകിയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് എന്തിനു വേണ്ടിയിട്ടാന്നാ പറഞ്ഞേ? 1 തിമോത്തി 1 അധ്യായം അതിൻ്റെ 15 16 തിരുവചനങ്ങൾ. 1 തിമോത്തി chapter 1 verse 15 to 16. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. ഓർക്കനെ വായിച്ചേ. പാപികളിൽ ഒന്നാമനായ അപ്പോസ്തലൻ പറയുക, എനിക്ക് കരുണ ലഭിച്ചു, എനിക്ക് കരുണ ലഭിച്ചു. അപ്പൊ എത്രയേറെ പാപം ചെയ്ത വ്യക്തിയാണ് എങ്കിലും, എത്രയേറെ പാപത്തിന്റെ പടുകുഴിയിൽ വീണുപോയ വ്യക്തിയാണെങ്കിലും ദൈവകരുണ നിന്റെ പാപത്തെക്കാളും ശക്തമാണ്. നീ ദൈവകരുണയോട് ഒന്ന് സഹകരിച്ചാൽ മാത്രം മതി. ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പം അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ദൈവകരുണ അത്രയേറെ ആവശ്യമുണ്ട്. വിശുദ്ധ ജോൺ പോൾ II പറയുന്നത് എങ്ങനെയാണ്? മാനവകുലത്തിന് ആശ്രയം വയ്ക്കാൻ ദൈവകരുണയല്ലാതെ വേറൊരിടവുമില്ല, വേറൊരിടവുമില്ല. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കും ഇവിടെ കടന്നു വരുന്ന ഓരോരുത്തർക്കും ഈ ലോകം മുഴുവനുള്ള സകലർക്കും ആശ്രയം വയ്ക്കാൻ ദൈവകരുണയല്ലാതെ വേറൊരു സ്ഥലവുമില്ല. ദൈവകരുണയിൽ അഭയം പ്രാപിക്കുക. ഹല്ലേലൂയ. അപ്പൊ ദൈവകരുണയെക്കുറിച്ച് ഞാനും നിങ്ങളും, നമ്മൾ ദൈവകരുണ അത്രയേറെ അനുഭവിക്കുന്നവരാണ്. അനുദിന ജീവിതത്തിൽ ദൈവകരുണ അത്രയേറെ അനുഭവിക്കുന്നവരാണ് ഞാനും നിങ്ങളും. ഈ ഇരിക്കുന്ന നിമിഷം പോലും ദൈവകരുണ നമ്മെ പുൽകുന്നുണ്ട്, ദൈവകരുണ നമ്മെ ആശ്ലേഷിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയെങ്കിൽ എനിക്കും നിങ്ങൾക്കൊരു കടമയില്ലേ ഈ ദൈവകരുണയെക്കുറിച്ച് ലോകത്തോട് പറയുക എന്നുള്ളത്? അതിൽ നേരത്തെ ബഹുമാനപ്പെട്ട ഷാജിച്ചൻ സൂചിപ്പിച്ചത് സുവിശേഷ വിലയെക്കുറിച്ച്. സുവിശേഷത്തിലൂടെ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയല്ലേ നമ്മൾ കേൾക്കുന്നത്? ഹല്ലേലൂയ. കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം നമ്മളിങ്ങനെ ദൈവകരുണയെക്കുറിച്ച് പ്രഘോഷിക്കാൻ ആരംഭിക്കുമ്പോൾ ഇഷ്ടമില്ലാത്ത ഒരാളുണ്ട്, ഇല്ലേ? ഇഷ്ടമില്ലാത്ത ഒരാളുണ്ട്. പിശാചിന് ഇഷ്ടമല്ല ദൈവകരുണയെക്കുറിച്ച്. അതിനെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? സാത്താൻ്റെ വിദ്വേഷത്തിന് കാരണം ഞാനാണെന്ന് സാത്താൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഡയറി നമ്പർ 1167. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: സാത്താൻ്റെ വിദ്വേഷത്തിൻ്റെ കാരണം ഞാനാണെന്ന് സാത്താൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അവൻ പറഞ്ഞു, സർവശക്തനായവൻ്റെ വലിയ കരുണയെപ്പറ്റി നീ പറയുമ്പോൾ 1000 ആത്മാക്കൾ ചെയ്യുന്നതിലും വലിയ ഉപദ്രവം നീ എന്നോട് ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവകരുണയെക്കുറിച്ച് നമ്മൾ ഒരു വ്യക്തിയോട്, ഒരു തകർന്നിരിക്കുന്ന ഒരു വ്യക്തിയോട്, ഒരു പാപത്തിന്റെ വഴിയെ നടക്കുന്ന ഒരു വ്യക്തിയോട് ദൈവകരുണയെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ സാത്താന് ഇഷ്ടമല്ല. സാത്താൻ പറയുന്നത് എന്താ? 1000 പേര് അല്ലെ, 1000 ആത്മാക്കൾ ചെയ്യുന്നതിലും വലിയ ഒരു ഉപദ്രവമാണ് നീ കരുണയെക്കുറിച്ച് ഒരാളോട് പറയുമ്പോൾ സംഭവിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് പറയുക, ഏറ്റവും വലിയ പാപി വിശ്വാസം വീണ്ടെടുത്ത് ദൈവത്തിങ്കിലേക്ക് മടങ്ങിപ്പോകുന്നു. ഇപ്പൊ ദൈവകരുണയെക്കുറിച്ച് ഉദ്ഘോഷിക്കുമ്പോൾ, ദൈവകരുണയെക്കുറിച്ച് പ്രഘോഷിക്കുമ്പോൾ, ദൈവത്തിന്റെ കാരുണ്യത്തെക്കുറിച്ച് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും കേൾക്കുമ്പോൾ പാപ അവസ്ഥയിൽ, അതായത് കഠിന പാപത്തിലിരിക്കുന്ന, ഇവിടെ പറയണ ഏറ്റവും വലിയ പാപി അവൻ വിശ്വാസം വീണ്ടെടുത്ത് ദൈവത്തിങ്കിലേക്ക് തിരിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ അഗസ്റ്റിന്റെ ജീവിതം എക്സാമ്പിളിന് വേണ്ടി എടുത്തു നോക്കിയ വിശുദ്ധ അഗസ്റ്റിന്റെ ജീവിതം അല്ലേ? പാപത്തിന്റെ പടിക്കുഴിയിൽ, അവിടെ കാർത്തേജിലെ പന്നിക്കുഴിയിൽ കിടന്ന് വീണ്ടും ഉരുണ്ട ഒരു ഒരു ജീവിതമായിരുന്നില്ലേ? എന്നാൽ ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ചും ദൈവകരുണയെക്കുറിച്ചും കേട്ട് കഴിഞ്ഞപ്പോൾ ആ വ്യക്തി എന്ത് ചെയ്തു? ദൈവത്തിലേക്ക്, പാപത്തിന്റെ വഴികളെല്ലാം ഉപേക്ഷിച്ച് വിശ്വാസം വീണ്ടെടുത്ത് ദൈവത്തിലേക്ക് തിരിച്ചു വന്നു. എന്ന് അൾത്താരയിൽ വണങ്ങുന്ന ഒരു വിശുദ്ധനായില്ലേ? കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എന്നിട്ട് പറയുകയാണ്,
പാപി വിശ്വാസം വീണ്ടെടുത്ത് ദൈവത്തിങ്കിലേക്ക് മടങ്ങിപ്പോകുന്നു. എനിക്കെല്ലാം നഷ്ടമാകുന്നു. മാത്രമല്ല, സർവശക്തൻ്റെ അത്യഗാധമായ കരുണയാൽ നീ എന്നെ നേരിട്ട് പീഡിപ്പിക്കുന്നു. സാത്താന് ദൈവകരുണയോടുള്ള ഒടുങ്ങാത്ത പകയെ ഞാൻ മനസ്സിലാക്കി. ദൈവത്തിൻ്റെ നന്മയെ അംഗീകരിക്കാൻ അവൻ തയ്യാറല്ല. ദൈവത്തിൻ്റെ നന്മയെ അംഗീകരിക്കാൻ ഇന്ന് സാത്താനോട് കൂട്ടുചേർന്ന് നമ്മളും ദൈവത്തിൻ്റെ നന്മയെ അംഗീകരിക്കാൻ വിമുഖത കാണിക്കരുത്. ദൈവത്തിൻ്റെ നന്മയെ നമ്മൾ അംഗീകരിക്കണം. ദൈവം എൻ്റെ എല്ലാ പാപങ്ങൾക്കും വേണ്ടി കാൽവരി മലയിൽ ബലിയായി തീർന്നു. എൻ്റെ സകല പാപങ്ങൾ അവൻ ഏറ്റെടുത്തു എന്ന് ഞാനും നിങ്ങൾ വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പം ഇങ്ങനെ അവൻ നമ്മളെ അവൻ്റെ അരിശ മാത്രമല്ല, ഇങ്ങനെ അരിശ മൂത്ത് പിന്നെ അവൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് അറിയോ? നമ്മളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ടുള്ള ഒരു പരിശ്രമം പിശാച് നടത്തിക്കൊണ്ടിരിക്കും. നീ ദൈവകരുണയെക്കുറിച്ച് അധികം നീ പറയൊന്നും വേണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന് ഈ ഫൗസ്റ്റീനയുടെ ജീവിതത്തിൽ തന്നെ ഒരു ഏതാനും അനുഭവങ്ങളുണ്ടായി. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: എല്ലാ കാര്യങ്ങളിലും എത്ര പരസ്പര വിരുദ്ധമായിട്ടാണ് ഈശോ നിന്നോട് ചെയ്യുന്നതെന്ന് കണ്ടാലും. എന്താ പറയുകയാണ്? ഈശോ നിന്നോടൊരു മഠം തുടങ്ങാൻ പറഞ്ഞില്ലേ, എന്നിട്ട് നിനക്ക് എന്താ തന്നത് ചോദിക്കുകയാണ് പിശാച്. ഭയങ്കര സൗഹൃദത്തോടെ ചോദിക്കുന്നേ, വലിയ എന്താ പറയുക, കെയറിങ് ആണ്. പ്രൈസ് ദി ലോർഡ്. നിന്നോടൊരു മഠം തുടങ്ങാൻ പറഞ്ഞില്ലേ ഈശോ, എന്നിട്ട് നിനക്ക് എന്താ തന്നേ? രോഗം തന്നു. നിന്നോട് സ്നേഹമുണ്ടായിരുന്നെങ്കിൽ, നിന്നോട് കരുണയുണ്ടായിരുന്നു, നിനക്ക് ഈ രോഗം തരുമായിരുന്നോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന് ഉണർവോടെ പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. വീണ്ടും പറയാണ്, ദൈവകരുണയുടെ തിരുനാൾ തുടങ്ങണമെന്ന് അവൻ നിന്നോട് പറയുന്നു. എന്നാൽ ലോകം അങ്ങനെ ഒരു തിരുനാൾ ആഗ്രഹിക്കുന്നില്ല. പിശാച് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശം കേട്ടോ. ഹല്ലേലൂയ. നിന്നോട് ദൈവകരുണയുടെ തിരുനാൾ തുടങ്ങാനായിട്ട് ഈശോ പറഞ്ഞു. പക്ഷേ ലോകം അങ്ങനെ തിരുനാൾ ആഗ്രഹിക്കുന്ന പോലുമില്ല. പിന്നെ എന്തിനാണ് നീ ഈ തിരുനാളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? പിശാച് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എന്നിട്ടൊരു ഉപദേശം കൊടുക്കാൻ എന്താണെന്നറിയോ? നീ പ്രാർത്ഥിച്ചാൽ ഈശോ കേൾക്കും. നീ എന്ത് ചോദിച്ചാലും ഈശോ നിനക്ക് തരും. അപ്പോൾ നീ ഒറ്റ കാര്യം പ്രാർത്ഥിക്കുക: നാളെ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷം നല്ല മരണത്തിന് വേണ്ടി നീ നല്ല മരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. ഹല്ലേലൂയ. കാരണം ദൈവകരുണയെക്കുറിച്ച് നീ അധികം പറയണ്ട. പ്രൈസ് ദി ലോർഡ്. സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. നീ നല്ല മരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. കാരണം ഈശോ, നീ എന്ത് ചോദിച്ചാലും ഈശോ തരും. അപ്പം അതുകൊണ്ട് നീ ആഗ്രഹിക്കേണ്ട അതാണ്. ഹല്ലേലൂയ. നീ ഈ തിരുനാൾ ആഘോഷിക്കാൻ വേണ്ടി എല്ലാവരും ഒരുമിച്ച് കൂട്ടൊന്നും വേണ്ട. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്നോട് സ്നേഹവും കരുണ ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് ഈ രോഗമൊന്നും ഈശോ തരില്ലായിരുന്നു. നീ രോഗിയാണ്. ഞാൻ അടുത്ത് പറയാം കേട്ടോ. ആത്മാക്കളെക്കുറിച്ച് നീ എന്തിനാണ് ഇത്ര വിഷമിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മാക്കളെക്കുറിച്ച് നീ എന്തിനാണ് ഇത്ര വിഷമിക്കുന്നത്? നീ നിനക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാനേ കടപ്പെട്ടിട്ടുള്ളൂ. നീ നിന്റെ ആത്മാവിൻ്റെ സ്ഥിതിയെക്കുറിച്ച് മാത്രം പ്രാർത്ഥിച്ചാൽ മതി. ഇവിടെ ഇരിക്കുന്ന ബാക്കിയുള്ളവരുടെ ആത്മാവിനെ കുറിച്ചല്ല അവർ നോക്കിക്കൊള്ളും. പ്രൈസ് ദി ലോർഡ്. എന്തിനല്ല ഉപദേശം നോക്കിയേ. ഹല്ലേലൂയ. ഒന്ന് സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അത് അവസാന മണിക്കൂറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മാക്കളെ കുറിച്ച് നീ എന്തിനാണ് ഇത്ര വിഷമിക്കുന്നത്? നീ നിനക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാനേ കടപ്പെട്ടിട്ടുള്ളൂ. നീ നിന്റെ കാര്യം നോക്കിയാൽ മതി. നീ നിന്റെ കുടുംബത്തിൻ്റെ കാര്യം നോക്കിയാൽ മതി. നീ നിന്റെ വീട്ടിലുള്ളതൊക്കെ കുടിച്ച് ഉള്ള കഞ്ഞിയെ കുടിച്ച് നീ അവിടെ സന്തോഷമായിട്ട് ജീവിച്ചാൽ പോരെ. നീ എന്തിനാണ് ഈ ലോകം മുഴുവൻ നന്നാക്കാനായിട്ട് നീ ഇറങ്ങി തിരിച്ച് നടക്കുന്നത്? നിങ്ങളുടെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത് ചോദിക്കുന്ന ചോദ്യമാണ്. ഹല്ലേലൂയ. സ്വരം വരുത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ്, പാപികളുടെ കാര്യത്തിൽ അവർ നിന്റെ പ്രാർത്ഥന കൂടാതെ തന്നെ മാനസാന്തരപ്പെട്ടോളൂ. അല്ലേ? നമുക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നാറുണ്ടോ? ഈ പാപാവസ്ഥയിൽ കഴിയുന്ന, അല്ലെങ്കിൽ വിശ്വാസം അകന്നു പോയി പാപത്തിൻ്റെ വഴിയെ നടക്കുന്ന ഒരു വ്യക്തിയെ കണ്ടുമുട്ടുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ അവർക്ക് വേണ്ടി ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ചോളും, അല്ലേ? ആരെങ്കിലൊക്കെ പ്രാർത്ഥിച്ചാൽ രക്ഷപ്പെട്ടോളൂ ചിലപ്പോൾ ചിന്തിച്ചു പോവും. അപ്പം ഇതുപോലെ ഉപദേശം കൊടുക്കുന്നത്, പാപികളുടെ കാര്യത്തിൽ അവർ നിന്റെ പ്രാർത്ഥന കൂടാതെ തന്നെ മാനസാന്തരപ്പെട്ടുകൊള്ളും. എന്നിട്ട് വളരെ സ്നേഹത്തോടെ ഒരു വാക്ക് പറയാട്ടോ.
നീ ഇപ്പോൾ ഒരുപാട് സഹിക്കുന്നതായിട്ട് ഞാൻ കാണുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ല, നീ ഒരുപാട് സഹിക്കുകയാണ് ഇപ്പോൾ. നീ ഈ സഹനത്തിൽ നിന്നുകൊണ്ട് നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, തിരുനാൾ ആഘോഷിക്കാൻ പോയി. അങ്ങനെയൊന്നും പോകണ്ട നീ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് പറയാണ്, ഞാൻ നിനക്ക് ഒരു ഉപദേശ ശകലം നൽകുവാൻ പോവുകയാണ്. ഇതിനെ ആശ്രയിച്ചിരിക്കും നിന്റെ സന്തോഷമെല്ലാം. സാത്താൻ കൊടുക്കുന്ന ഉപദേശമാണ്. ആ ഉപദേശം സ്വീകരിക്കുകയാണെങ്കിൽ നിനക്ക് സന്തോഷം ഉണ്ടാകും. എന്നിട്ട് പറയുന്നത് എന്താണെന്നറിയോ? ദൈവകരുണയെക്കുറിച്ച് ഇനി നീ ഒരിക്കലും സംസാരിക്കരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവകരുണയെക്കുറിച്ച് ഇനി ഒരിക്കലും സംസാരിക്കരുത്. വളരെ പ്രത്യേകമായി പാപികളെ ദൈവകരുണയിൽ ആശ്രയിക്കുവാൻ അല്പം പോലും പ്രോത്സാഹിപ്പിക്കരുത്. പ്രൈസ് ദി ലോർഡ്. പാപാവസ്ഥയിൽ കഴിയുന്ന ഒരു വ്യക്തിയെ ദൈവകരുണയിൽ ആശ്രയിക്കാൻ, മാനസാന്തരത്തിലേക്ക്, കുമ്പസാരത്തിലേക്ക്, വിശുദ്ധ കുമ്പസാരത്തിലേക്ക്, ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരാനായിട്ട് നീ ഒട്ടും അവനെ പ്രോത്സാഹിപ്പിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. കാരണം എന്താണെന്നറിയോ? അവർ ശിക്ഷാവിധി അർഹിക്കുന്നവരാണ്. അവരെന്തായാലും നാശത്തിന് വേണ്ടിയിട്ട് മാറ്റി നിർത്തിയിരിക്കുന്നവരാകൊണ്ട് നീ അവരോട് കരുണയെക്കുറിച്ചൊന്നും പറയണ്ട. നീ അവരെ കുമ്പസാരത്തിന് ക്ഷണിക്കുകയും വേണ്ട. നീ ദൈവകരുണയെക്കുറിച്ച് കൂടുതലൊന്നും പറയണ്ട. നീ നിന്റെ കാര്യം നോക്കി ജീവിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി. പ്രിയപ്പെട്ടവരെ, ദൈവകരുണയെക്കുറിച്ചൊന്നും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ തീരില്ല, അതല്ലേ? അത്രയേറെ ഇതിൻ്റെ അകത്ത് തന്നെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവസാനമായി ഒന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ ഉള്ളിൽ ദൈവകരുണ വർദ്ധിക്കുന്നതനുസരിച്ച് മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ നന്മ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരുണ്യം ഉള്ളിൽ വർദ്ധിക്കുന്നതിനനുസരിച്ച് നമുക്ക് നന്മ ചെയ്യാൻ, ഈ ലോകത്ത് നന്മയുടെ വൃക്ഷങ്ങളായി മാറാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ഉള്ളിൽ ഈ കാരുണ്യം എന്ന സംഭവം ഇല്ല എങ്കിൽ നമുക്കിതൊന്നും സാധിക്കില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, ഡയറി നമ്പർ 1313, കാരുണ്യം ഉള്ളിൽ വർദ്ധിക്കുന്നതിനനുസരിച്ച് ഒരുവൻ എപ്പോഴും എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സമയത്തും നന്മ ചെയ്യാൻ സാധിക്കും. ദൈവത്തോടുള്ള സ്നേഹതീക്ഷ്ണത അത് വാക്കുകളിലൂടെയും പ്രവൃത്തിയിലൂടെയും പ്രാർത്ഥനയിലൂടെയും പകർന്നു നൽകാനുള്ള അവസരങ്ങൾ തൻ്റെ ചുറ്റിലും കണ്ടെത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ഈ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാനായിട്ട് ദൈവം നമുക്ക് അവസരങ്ങൾ തരുമ്പോഴും പലപ്പോഴും അതെല്ലാം മാനുഷികമായിട്ടുള്ള വിധി വിധിക്കാനായിട്ടാണ് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ പറയാണ്, കാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ നീ ഞങ്ങൾക്ക് അവസരങ്ങൾ നൽകുന്നു, എന്നാൽ ഞങ്ങൾ അവയെ വിധികൾ പ്രസ്താവിക്കാനുള്ള അവസരങ്ങളായി ഉപയോഗിച്ച് പാഴാക്കി കളയുന്നു. രോഗികളെയും ബലഹീനരെയും ദുർബലരെയും എങ്ങനെയാണ് പരിചരിക്കുന്നത് നോക്കിയാൽ ആ ഭവനത്തിൽ എത്രയധികം ദൈവാനുഭവം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഹല്ലേലൂയ. നമ്മുടെ കുടുംബത്തിൽ തന്നെ ചിന്തിച്ചു നോക്കി, പ്രായമായവരെ, രോഗികളായുള്ളവരെ, അല്ലെങ്കിൽ ഇച്ചിരി നോട്ടിത്തല കാണിക്കുന്ന മക്കളുണ്ടെങ്കിൽ അവരോടൊക്കെ എങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്, എങ്ങനെയാണ് അവരെ നമ്മൾ കെയർ ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ അവരെ പരിചരിക്കുന്നത്? ഈ കരുണയുടെ സ്വഭാവം നമുക്ക് പ്രകടിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി. ഇൻസനു ജെസു എന്ന പുസ്തകത്തിലെ ഈ കരുണയെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിൽ നീ എന്നെ സമീപിക്കുമ്പോൾ നീ കാണുന്നത് എൻ്റെ മുറിവുള്ള ഹൃദയമാണ്. നമ്മൾ ഇനി ഉടനെ തന്നെ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ അവിടെ പറയുകയാണ്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിൽ നീ എന്നെ സമീപിക്കുമ്പോൾ നീ കാണുന്നത് എൻ്റെ മുറിവുള്ള ഹൃദയമാണ്. എൻ്റെ മുറിവുള്ള ഹൃദയത്തിൽ നിന്നാണ് ആത്മാക്കളെ ശുദ്ധീകരിക്കുന്ന, ബലപ്പെടുത്തുന്ന, സുഖപ്പെടുത്തുന്ന, വിശുദ്ധീകരിക്കുന്ന, മഹത്വീകരിക്കുന്ന കരുണയുള്ള സ്നേഹത്തിൻ്റെ നിലയ്ക്കാത്ത അതിശക്തമായ പ്രവാഹം ഉണ്ടാകുന്നത് ഈ ദിവ്യ കാരുണ്യത്തിലൂടെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് ഈശോയോട് പറയാം, എൻ്റെ ഈശോയെ, എൻ്റെ ഹൃദയത്തിലും എൻ്റെ ആത്മാവിലും അങ്ങേ കരുണയെ ഒരു മുദ്രയായി, ഒരിക്കലും മാഞ്ഞു പോകാത്ത മുദ്ര എന്ന് പറഞ്ഞതല്ലേ, സ്റ്റാമ്പ് എന്ന് പറഞ്ഞാലേ അല്ലേ, ഒരു മുദ്രയായി എൻ്റെ ഹൃദയത്തിലും എൻ്റെ ആത്മാവിലും അത് പതിക്കണമേ എന്ന് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഡയറി നമ്പർ 635 പറയുന്നത് ഇങ്ങനെയാണ്, ഇപ്പോൾ നീ കർത്താവിൻ്റെ ഉന്നതമായ കരുണയെക്കുറിച്ച് ലോകത്തോട് പറഞ്ഞ്
അവിടുത്തെ രണ്ടാമത്തെ വരവിനായി ലോകത്തെ ഒരുക്കണം. അന്ന് അവൻ വരുന്നത് കരുണാസമ്പന്നനായ രക്ഷകനായിട്ടല്ല, നീതിയുടെ വിധിയാളനായിട്ടായിരിക്കും. ആ ദിവസം എത്ര ഭയാനകമായിരിക്കും! നീതിയുടെ ദിവസം നിശ്ചയമാണ്. ഉഗ്രമായ ദൈവക്രോധത്തിൻ്റെ ദിവസമാണിത്. മാലാഖമാർ അതിനു മുമ്പിൽ ഭയന്ന് വിറയ്ക്കുന്നു. ദൈവകരുണയുടെ ഈ സമയത്തു തന്നെ അവിടുത്തെ അനന്ത കാരുണ്യത്തെക്കുറിച്ച് ആത്മാക്കളോട് പറയുക. ദൈവകരുണയുടെ ഈ സമയത്ത് തന്നെ ആത്മാക്കളോട്, നമുക്ക് കഴിയുന്നത്ര ആത്മാക്കളോട്, കഴിയുന്നത്ര വ്യക്തികളോട് ദൈവകരുണയെക്കുറിച്ച് പറയുക. ഈ മണിക്കൂറിൽ തന്നെ പറയുക. എന്നിട്ട് പറയുകയാണ്, ഇപ്പോൾ നീ മൗനം പാലിച്ചാൽ ആ മഹാദിനത്തിൽ അനേകം ആത്മാക്കൾക്കായി നീ ഉത്തരം പറയേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പോൾ മൗനം പാലിച്ചാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇതിൻ്റെ ഒന്നും ഒഴിവഴുകില്ല. ദൈവം അന്ത്യവിധി ദിനത്തിൽ നമ്മൾ ഉത്തരം കൊടുക്കേണ്ട ഒരുപാട് ചോദ്യങ്ങളുമായിട്ട് നിൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഈ ഭൂമിയിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, നല്ലത് ചെയ്താലും മോശം പ്രവൃത്തി ചെയ്താലും, ഇതെല്ലാം അതിൻ്റെ മറ നീക്കി, ആ കട്ടനെല്ലാം നീക്കി ഇത് പുറത്ത് കൊണ്ടുവരുന്ന ആ മഹാദിനത്തിൽ കർത്താവ് നമ്മോട് ഇതിൻ്റെ എല്ലാം ഓരോന്നിൻ്റെ ഉള്ള കണക്ക് നമ്മോട് ചോദിക്കും. സ്നേഹമുള്ളവരെ, ദൈവകരുണ നമ്മളെ ക്ഷണിക്കുകയാണ്. ഈ മണിക്കൂർ നമ്മൾ പ്രയോജനപ്പെടുത്തുക. ദൈവകരുണ നമുക്ക് എത്രയേറെ ആവശ്യമുള്ള ഈ കാലഘട്ടത്തിൽ ദൈവകരുണയുടെ വക്താക്കളായിട്ട് നമ്മൾ മാറണം. നമ്മൾ ദൈവകരുണ അനുഭവിക്കുന്നു, അതോടൊപ്പം തന്നെ മറ്റുള്ളവരെയും ദൈവകരുണയിലേക്ക് ക്ഷണിക്കുക. കരമുയർത്തി ഒരു നിമിഷം മനസ്സ് തുറന്നൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. സ്വരമുയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരുണാമയ കനിയേണമേ, ദൈവപിതാവേ കനിയേണമേ. കരുണാമയ കനിയേണമേ, യേശുവേ നാഥ കനിയേണമേ. കരുണയായിരിക്കേണമേ, ഞങ്ങളിൽ കരുണയായിരിക്കേണമേ, കരുണയായിരിക്കേണമേ. പ്രൈസ് ദി ലോർഡ്. പ്രിയ സഹോദരങ്ങളെ, ഏറ്റവും അനുഗ്രഹപ്രദമായിട്ടുള്ള മണിക്കൂറുകളിലാണ് നമ്മളായിരിക്കുന്നത്. ദിവ്യകാരുണ്യത്തിൻ്റെ ആരാധനയിൽ നമ്മൾ പ്രത്യേകമായിട്ട് ഇന്ന് ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസവും സമയവുമാണ് ഈ ആഴ്ച. നമ്മൾ ഈ 3 മണിയിലെ പ്രത്യേകിച്ച് ആരാധന ആരംഭിക്കുമ്പോൾ കർത്താവിൻ്റെ കരുണയിൽ നമ്മൾ ആശ്രയിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്കറിയാം, ഈ ദിവസങ്ങൾ ദുഃഖവെള്ളി മുതൽ ഈ 9 ദിവസത്തേക്ക് വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ കർത്താവ് പറഞ്ഞതാണ് നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുക. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ദിവസമാണ്, 9ാമത്തെ ദിവസമാണെന്ന്. നിങ്ങൾ പ്രാർത്ഥന എത്തിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, നൊവേന എത്തിച്ചിട്ട് നിങ്ങൾക്കറിയാം. ഇന്നത്തെ നിയോഗം എന്ന് പറയുന്നത് മന്ദത ബാധിച്ച ആത്മാക്കളുടെ രക്ഷയ്ക്കായും അവർ ഈശോയുടെ കരുണയിൽ നിറയപ്പെട്ട് ആത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ പൂരിതരാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഇത് ഈശോ തന്നെ പറഞ്ഞിരിക്കുന്നതാണ്. മന്ദത ഉള്ള ആത്മാക്കൾ, മരവിച്ചു പോയ ആത്മാക്കൾ, പ്രാർത്ഥിക്കാൻ തോന്നാത്ത ആത്മാക്കൾ, വിശ്വാസം പോയ ആത്മാക്കൾ, നമ്മുടെ കുടുംബങ്ങളിലും വ്യക്തികളിലൊക്കെ ഇങ്ങനെയുള്ള അവസ്ഥകളുണ്ടായിരിക്കാം. നമുക്ക് മുട്ടുമേൽ നിൽക്കാം. ഈ കരുണയുടെ ആരാധനയാണിത്. നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ വ്യക്തി ജീവിതങ്ങളൊക്കെ ഈശോയുടെ കരുണയിലേക്ക് സമർപ്പിച്ച് കർത്താവേ കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ കൂപ്പി ഗാനത്തോട് ചേർന്ന് ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. യേശുവേഗരാജാവിനെ ആരാധിച്ചിടാം, യേശുവേഗരക്ഷകനെ ആരാധിച്ചിടാം, യേശുവേഗരാജാവിനെ ആരാധിച്ചിടാം, യേശുവേഗരക്ഷകനെ ആരാധിച്ചിടാം. ഓസ്തിരൂപനേശുവിനെ ആരാധിച്ചിടാം,
യേശുവിനെ ആരാധിച്ചിടാം. ഓസ്തിരൂപനേശുവിനെ ആരാധിച്ചിടാം. സ്നേഹരൂപനേശുവിനെ ആരാധിച്ചിടാം. ആരാധിച്ചിടാം, നമുക്കാരാധിച്ചിടാം. യേശുവേഗരാജാവിനെ ആരാധിച്ചിടാം. ആരാധിച്ചിടാം, നമുക്കാരാധിച്ചിടാം. യേശുവേഗരാജാവിനെ ആരാധിച്ചിടാം. ആരാധിച്ചിടാം, നമുക്കാരാധിച്ചിടാം. യേശുവേഗരക്ഷകനെ ആരാധിച്ചിടാം.